നമസ്കാരം. പഴയിടത്തിന് രുചിക്കൂടിനായി കാത്തിരിക്കുന്ന എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മുന്നിലേക്ക് നമ്മളിതാ വീണ്ടും എത്തുകയാണ്. അപ്പൊ എൻ്റെ ഒപ്പം തിരുമേനി ഉണ്ട്. തിരുമേനി ഇത് 2ാം ദിവസമാണ്. അപ്പോൾ 2ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രുചിയോണം വിത്ത് പഴയിടത്തിലേക്ക് സ്വാഗതം. അപ്പൊ തിരുമേനി, നമ്മള് ചിത്രദിനത്തിൽ എന്താണ് ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? അവിയല് ഒരു സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവം അല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവം കൂടിയാണ് അവിയൽ. മധ്യ തിരുവിതാംകൂർ ഭാഗത്തോ അല്ലെങ്കിൽ വടക്കൻ കേരളത്തിലോ അവിയൽ ഉണ്ടാക്കുന്ന വ്യത്യസ്ത രീതിയിലാണ്. അപ്പൊ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിനോ അല്ലെങ്കിൽ നമ്മൾ പാചകം ചെയ്യുന്ന ചില സ്ഥലങ്ങളിൽ വ്യത്യസ്തത ഉണ്ടെങ്കിലും നമ്മളൊരു മധ്യ തിരുവിതാംകൂർ ട്രെൻഡ് കണക്കാക്കിയിട്ടാണ് നമ്മൾ പാചകം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് അവിയൽ തുടങ്ങാം. ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഒഴിക്കാം. നമ്മളൊക്കെ വെക്കുമ്പോൾ, വീട്ടിലൊക്കെ വെക്കുമ്പോൾ ആദ്യം വെജിറ്റബിൾസ് ഒക്കെ വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് പല രീതിക്കാണ്. നമ്മൾ ഓരോരുത്തർക്ക് ഓരോ വ്യത്യസ്തമാണ്. നമ്മുടെ ജീവിതമാണ്. ഇത് പഴയടം സ്പെഷ്യൽ അവിയലല്ലേ? കരിവേപ്പില ഇട്ടു. ആദ്യം തന്നെ കറിവേപ്പില ഇട്ടു. വെള്ളരിക്ക ഇട്ടു. ആദ്യം വെള്ളരിക്ക ഇട്ടു, ചേന ഇട്ടു. നല്ല നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. വീടുകളിൽ വെക്കുമ്പോ ഇങ്ങനെ ചെറുതായിട്ട് അരിയുന്നത് നല്ല. സദ്യ കുറെ കൂടെ വലുപ്പത്തിൽ പടപടവാടി അരിഞ്ഞു വിടും. പടവലങ്ങയാണിത്. ഈ ഒരു അളവിലാട്ടോ അരിഞ്ഞേക്കുന്നേ. നമ്മുടെ വീട്ടിലൊക്കെ വെക്കും, പക്ഷെ നല്ല വലുപ്പത്തിൽ അരിയണേ. നമ്മൾ ആ കൂട്ടത്തിൽ പയറാണ്, പയർ കൂടി ചേർക്കാം. പയറ്, നമ്മള് ചേന അല്ലേ? ചേന, വെള്ളരിക്ക, പടവലങ്ങ, പയർ, ഉപ്പ് ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ച് മതി അല്ലേ? പിന്നിട്ടാൽ മന്ദളം. നമ്മള് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഈ കഷ്ണത്തിൽ നിന്നുള്ള വെള്ളം തന്നെ ഉപ്പിട്ട് കഴിയുമ്പോൾ വെള്ളം മാറുന്നു വരും. നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം ഒഴിക്കുന്നതിന് വിരോധമില്ല. പക്ഷെ നമുക്കിത് ഓട്ടുരുളി ആയ കാരണം ഇതിന്റെ വെള്ളം മാറും. അപ്പൊ ഇത് പകുതി വേവാകുമ്പോഴാണ് ബാക്കി കഷ്ണങ്ങൾ കൂടി ചേർക്കാം. തിരുവനി, അപ്പൊ ഈ പാചകത്തിലേക്കൊക്കെ ആ ഒരു ഇൻട്രസ്റ്റ് വരാൻ എങ്ങനെയാ ഒരു കാരണമായത്? ഒരു കാരണമില്ല മോളെ, ജീവിക്കാൻ വേണ്ടിട്ട്. അല്ല, ഞാൻ അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. മനസ്സിലായി, ചോദ്യം മനസ്സിലായി. അറിയാതെ പാചകരംഗത്ത് വന്നു. അതിനേക്കാൾ അറിയാതെ എങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയി. ആ ഒരു ഭാവം മാത്രമേ ചെയ്തിട്ടുള്ളൂ. വെള്ളമൊന്നും ചേർത്തില്ലെങ്കിലും അതിന്റെ അകത്ത് വേകാനുള്ള വെള്ളം ആവശ്യമില്ല. മാത്രമല്ല, അതിന്റെ പകുതിയോളം വെന്ത് കഴിഞ്ഞു. നമുക്കിന് ബാക്കി കഷ്ണങ്ങൾ കൂടി ആഡ് ചെയ്യാം. വഴുതനങ്ങ എടുക്കട്ടെ. വഴുതനങ്ങ തന്നുള്ളൂ, കായം തന്നുള്ളൂ. എല്ലാം നല്ല നൈസ് ആയിട്ടാണ് അരിഞ്ഞേക്കുന്നത്. നമ്മള് വീടുകളിൽ പാചകം ചെയ്യുമ്പോൾ ഇങ്ങനെ അരിഞ്ഞാലേ ശരിയാണ്. ഞാൻ പച്ചമുളക് കൂടെ ഇതിലേക്ക് ഇട്ടു. ഇതിലേക്ക് മുരിങ്ങക്ക കൂടി ഇടാം. ഒരു ഹോബി എന്നൊക്കെ പറയുന്നത് എന്താണ് ഈ പാചകം? അല്ലാണ്ട് ഹോബി എന്ന് പറയുന്നത്, ഹോബി നമുക്ക് കൊണ്ടടക്കാൻ പറ്റും, ജീവിക്കാൻ പറ്റും സാഹചര്യം. അങ്ങനൊന്നും അല്ല, എനിക്കറിയാം. നല്ല ബുക്ക് വായിക്കാറുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇല്ലേ? അല്ല, അതൊക്കെ പിന്നെ ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്ന കാര്യമാണ്. യാത്ര ഒത്തിരി ഉണ്ടല്ലോ, ഒരുപാട് യാത്ര ചെയ്യുന്നതുകൊണ്ടാണ് ബുക്സ് കൂടുതൽ വായിക്കാൻ അവസരം കിട്ടുന്നത്. എന്നിട്ടുണ്ടോ? ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. എല്ലാം നല്ലതായിട്ട് ചേർന്നിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ആട്ടോ മാങ്ങ ഇടുന്നേ. ഇടട്ടെ? അപ്പൊ നമുക്ക് അവിയൽ ഏതാണ്ട് ഫിനിഷ് ആയി. നമുക്ക് നാളികേരം ചേർക്കാം. ഫൈനൽ ടച്ച് ആണല്ലേ? തേങ്ങ, വെറും തേങ്ങ, അതോ ജീരകം? ജീരകം ചേർക്കാം. അറിയണം, ശരിക്കും അറിയണം. കരിവേപ്പില ഒരു കഷ്ണം. കരിവേപ്പില നല്ലതാണ്. കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയല്ലേ? നമ്മൾ സ്റ്റൗ ഓഫ് ആക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. കരിവേപ്പില തിരുമ്മിടും. അപ്പൊ നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എനിക്ക് വേണ്ടിട്ടോ റെഡിയാക്കുന്നേ അവിയല്. അതെ, നമ്മളധികം വെള്ളമൊന്നും ഒഴിച്ചില്ല, പക്ഷെ എന്നിട്ട് തന്നെ നല്ല പേസ്റ്റ് ആയിട്ട് വന്നു. ആ
കഷ്ണങ്ങളുടെ വെള്ളം തന്നെ ഇറങ്ങിയിട്ട്. ഇത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഞാനിത് ഇവിടെ വന്നപ്പോഴാട്ടോ ആദ്യമായിട്ട് കാണുന്നത്. ഇതിങ്ങനെ നമ്മൾ ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അത് കോരാൻ വേണ്ടിയിട്ടല്ലേ എടുക്കുന്നത് ഇത് അല്ലേ? ലാസ്റ്റ് നമ്മൾ തവി പോലെ എടുക്കുന്നതാണിത്, പാള വെച്ചിട്ട്. വ്യത്യാസം നമ്മൾ തവി കൊണ്ടല്ല ഉപ്പ് കൊണ്ട് എത്ര കിട്ടും. ഇതിപ്പോ ഒറ്റ ഇതിൽ തന്നെ എല്ലാം വന്നു. പാത്രം ക്ലീനായി. അതുകൊണ്ടാണ് സൗണ്ട് ഉണ്ട്, ഫുള്ള് വരില്ല. ഇപ്പൊ നോക്കെല്ലാം നല്ല ക്ലീൻ ആയിട്ട് കഴിക്കാം. പെട്ടെന്ന് വിളമ്പിക്കോളൂ. ഓക്കെ, അപ്പം നമ്മൾ അവിയൽ ടേസ്റ്റ് ചെയ്യാൻ പോവാ. എനിക്ക് തിരുമേൻ്റെ തിരുവോണത്തിന് ഫുൾ സദ്യയായിട്ട് തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ അവിയൽ കഴിക്കാൻ പോവാണേ. മാങ്ങയുടെ പുളി, പച്ച വെളിച്ചെണ്ണ, കറിവേപ്പില, ആ പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് പഴയടത്തിൻ്റെ ഒരു പ്രത്യേക ടച്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ എല്ലാവരും അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വൈവിധ്യമാർന്ന പുതിയ രുചിക്കൂട്ടുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.